നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഭയന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോഴിതാ അൽ ജസീറയിൽ വിശദമായ ഒരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഇത്തരത്തിലൊരു സൗഹൃദത്തിലെത്തിയതിനു പിന്നിൽ ഇന്ത്യ വിരുദ്ധതയാണ് എന്ന് അൽ ജസീറ തീർത്തു പറയുന്നു. ഇന്ത്യ വിരുദ്ധ വികാരത്തിൽ ഒരു സൗഹൃദം പണിയുകയാണ് ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും പതാകകൾ ഒരുമിച്ച് പാകിസ്ഥാൻ തലസ്ഥാനത്ത് ഉയർന്നു പൊങ്ങി. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറും ബംഗ്ലാദേശ് മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ എസ് ഖമറുൽ ഹസനും ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മേശപ്പുറത്ത് ഇരു രാജ്യങ്ങളുടെയും പതാകകൾ ഒരുമിച്ച്. പാകിസ്ഥാൻ തലസ്ഥാനത്തേക്കുള്ള ഹസന്റെ യാത്ര അതിനേറെ പ്രാധാന്യമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ പറയുന്നത്. സൈനിക മേധാവിയുമായി മാത്രമല്ല മറ്റു മുതിർന്ന പാക് സൈനിക ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശിന്റെ ഉറ്റ സുഹൃത്താണ് പാകിസ്ഥാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ സേനയുടെ മാധ്യമ വിഭാഗം ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത് സഹോദര രാഷ്ട്രങ്ങൾ എന്ന വാക്കുപയോഗിച്ച്. പാകിസ്ഥാന്റെ പഴയ സഖ്യകക്ഷിയായ താലിബാൻ ഇന്ത്യയുമായി അടുക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന് വലിയ തലവേദനയുണ്ടാക്കിയിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ചില നയതന്ത്ര നീക്കങ്ങൾ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഇടയിൽ രൂപപ്പെട്ടു വരുന്നത്. ഇതെത്രമാത്രം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും എന്ന ചോദ്യമാണ് അൽ ജസീറ ഉയർത്തുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്തെ പിണക്കുന്നത് ബംഗ്ലാദേശിന് തങ്ങളുടെ ഭാവി ഭദ്രമാക്കാൻ ഉപകരിക്കുമോ? 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തരൂക്ഷിത യുദ്ധമെന്നാണ് ബംഗ്ലാദേശിന്റെ പിറവിയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശിന്റെ വിജയത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേ അന്ന് ലോകം പറഞ്ഞുള്ളൂ: ഇന്ത്യയുടെ സഹായം. പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 54 വർഷങ്ങളായി ബംഗ്ലാദേശിനും പാകിസ്ഥാനുമിടയിൽ യാതൊരുവിധ നയതന്ത്ര ഇടപാടുകളുമില്ലായിരുന്നു. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന ഭരിച്ച 16 വർഷം. ഈ കാലയളവിൽ പാകിസ്ഥാനെ അവർ തങ്ങളുടെ മുഖ്യ ശത്രുവായി കണ്ടു. ഒടുവിൽ ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന പുറത്താകുന്നു. ഇന്ത്യ അവർക്ക് അഭയം നൽകുന്നു. ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ പിന്തുണച്ച അയൽ രാജ്യമായ ഇന്ത്യയിലേക്ക് അവർ പലായനം ചെയ്യുന്നു. എന്നാൽ ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായതിന് തൊട്ടു പിന്നാലെ ഇസ്ലാമാബാദും ധാക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാകുന്ന കാഴ്ച. അതിനു പിന്നിൽ ഇന്ത്യ ഭയം തന്നെയാണ് ബംഗ്ലാദേശിന്. മറുവശത്ത് പാകിസ്ഥാൻ കൂടുതൽ പിന്തുണയ്ക്കായി ഇപ്പോൾ ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് താലിബാനുമായി വളരെ അകലത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ. ഇത് മുന്നിൽ കണ്ടാണ് പാകിസ്ഥാൻ കരസേനാ മേധാവിയും ഹസനും സൈനിക ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ശക്തമായി ചർച്ച നടത്തിയത്. ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഇടയിലുള്ള ഈ പങ്കാളിത്തം ഏതെങ്കിലും ബാഹ്യശക്തികൾ തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവയെ എതിർത്ത് ഈ ഇരു രാജ്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഈ ചർച്ചയിൽ പറഞ്ഞത്. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഇക്കഴിഞ്ഞ മാസം നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടി. അതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റ് തലവൻ മുഹമ്മദ് യൂനിസുമായി ഒരു കൂടിക്കാഴ്ച നടന്നത്. പിന്നീട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ബംഗ്ലാദേശ് സന്ദർശിക്കുമെന്ന പ്രഖ്യാപനമാണ് പാകിസ്ഥാൻ ഭരണകൂടം നടത്തിയത്. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്ന സംശയം ദൂരീകരിക്കപ്പെട്ടു. 1971 നടന്ന ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധം, ഇസ്ലാമാബാദും ധാക്കയും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുതയുടെ ഉത്ഭവം അവിടെ തുടങ്ങുന്നു. പാകിസ്ഥാൻ സൈന്യവും സഖ്യസേനയുമൊക്കെ ബംഗാളി കലാപകാരികളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ശക്തമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. അവർ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തു, കൂട്ടബലാത്സംഗങ്ങൾക്കിരയാക്കി. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ 2 ലക്ഷം സ്ത്രീകളെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്തുണയോടെ ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിന്റെ അവാമി ലീഗ് പാർട്ടിയും ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തി. തുടർന്ന് ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റാവുകയും രാഷ്ട്രപിതാവ് എന്ന പദവി നേടുകയും ചെയ്തു. ഇന്ത്യയുമായുള്ള ത്രികക്ഷി ഉടമ്പടി പ്രകാരം 1974 പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. എന്നാൽ ഇസ്ലാമാബാദിനും ധാക്കയ്ക്കുമിടയിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങൾ. പാകിസ്ഥാന്റെ അതിക്രമങ്ങൾക്ക് ഔപചാരികമായി ക്ഷമ പറയണമെന്നാണ് അന്ന് ഇന്ത്യയും ബംഗ്ലാദേശും ആവശ്യപ്പെട്ടത്.
പാകിസ്ഥാനികളായി തിരിച്ചറിയുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഉറുദു സംസാരിക്കുന്ന ആളുകളെ തിരിച്ചയക്കുന്നതും 1971 മുമ്പുള്ള സ്വത്തുക്കൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വിഭജിക്കുന്നതും തമ്മിൽ ശക്തമായ തർക്കങ്ങൾ നിലനിന്നു. തുടർന്നാണ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയിൽ യൂനുസ് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങുന്നത്. ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് യൂനുസ് പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചു. ഇതിനോട് അനുകൂല മനോഭാവം പാകിസ്ഥാൻ പ്രകടിപ്പിച്ചു. ഏറെക്കാലമായി ബംഗ്ലാദേശിനെ അംഗീകരിക്കാതെ വിട്ടുവീഴ്ചയ്ക്കൊരുക്കമില്ലാതെ നിന്ന പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ബംഗ്ലാദേശിന് മുന്നിൽ മുട്ടിൽ നിന്നു? അതിനു പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം: ശക്തമായ തലിബാൻ പേടിയും മറുവശത്ത് ഇന്ത്യ എന്ന ശത്രു രാജ്യവും. പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നു. ഭാവി തലമുറകൾക്കായി നമുക്കവ ഒരിക്കൽ കൂടി എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഹസീനയുടെ സ്വേച്ഛാധിപത്യ സർക്കാരിനുള്ള ന്യൂഡൽഹിയുടെ ദീർഘകാല പിന്തുണയുടെ പേരിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയെ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾക്കായി വിട്ടയക്കണമെന്നാണ് നേരത്തെ യൂനുസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞ മാസം യൂനുസ് ഭരണകൂടം ജുഡീഷ്യൽ നടപടിക്രമത്തിനായി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ ഗതിയെക്കുറിച്ച് ഇന്ത്യ ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ വ്യാപകമായ ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ ഇടക്കാലത്ത് നമ്മൾ കണ്ടത്. ശക്തമായ പ്രതികരണത്തോടെ ആ ഘട്ടത്തിൽ ഇന്ത്യ രംഗത്ത് വന്നു. ഇനിയും ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ ഇന്ത്യ നേരിട്ട് ഇടപെടലുകൾ നടത്തുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പും നൽകി. ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറയുന്നത് തെറ്റായ വിവരങ്ങളെന്നായിരുന്നു ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിന്റെ പ്രതികരണം. തുടർന്ന് ഹസീനയുടെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു ഇന്ത്യ. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറില്ല എന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. ഇന്ത്യയെ പിന്തുണയ്ക്കുന്നവരെ ഇന്ത്യ ഉപേക്ഷിക്കില്ല എന്ന നിലപാടായിരുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചത്. ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ ശക്തമായ പ്രകോപനങ്ങളും മുന്നറിയിപ്പുകളുമായി ബംഗ്ലാദേശ് നിരന്നപ്പോൾ ഇന്ത്യ മറ്റു തലങ്ങളിൽ തിരിച്ചടിച്ചു. ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് അരാക്കൻ സൈന്യം നീങ്ങിയതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ബംഗ്ലാദേശിന്റെ ആരോപണം. സെന്റ് മൈക്കിൾസ് ദ്വീപ് ഉൾപ്പെടെ ബംഗ്ലാദേശിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ അരാക്കൻ സേന തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി. ബംഗ്ലാദേശിന്റെ അതിർത്തി അരാക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്കാകുമോ എന്ന് ബംഗ്ലാദേശ് ഭയപ്പെട്ടു. അരാക്കൻ സൈന്യത്തിന് കൂടുതൽ പിന്തുണ ബംഗ്ലാദേശിൽ നിന്നു തന്നെ ലഭിക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അവർ ഭയപ്പാടിന്റെ മൂർധന്യത്തിലെത്തി. തുടർന്നാണിപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള ഈ കുതിച്ചോട്ടം. ചരിത്രപരമായ പിരിമുറുക്കങ്ങളാണ് ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഇപ്പോഴത്തെ സൗഹൃദത്തിന് പിന്നിൽ എന്ന് അൽ ജസീറ തുറന്നു പറയുന്നു. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് ബംഗ്ലാദേശിന് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ചരിത്രപരമായ മണ്ടത്തരം കാട്ടുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ത്യയുമായി ഒരു നീണ്ട അതിർത്തി ബംഗ്ലാദേശ് പങ്കിടുന്നു. സൈനിക തലത്തിൽ ഇന്ത്യയുമായി യാതൊരുവിധ തുലനാവസ്ഥയുമില്ല ബംഗ്ലാദേശിന്. ഇന്ത്യയിൽ നിന്നുള്ള ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ് ബംഗ്ലാദേശുകാർ ജീവിക്കുന്നത് പോലും. ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ അപേക്ഷിച്ച് ഒരൽപ്പം സ്വതന്ത്ര നിലപാട് ബംഗ്ലാദേശിന് കൈക്കൊള്ളാം. എന്നാൽ ഇന്ത്യയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് എങ്ങനെ ബംഗ്ലാദേശ് നിലനിൽക്കുമെന്നാണ് ചില മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സമീപമാസങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലെ തലിബാൻ ഭരണാധികാരികളുമായുള്ള ഇന്ത്യയുടെ നാടകീയമായ ഇടപെടലും സൗഹൃദ കൂടിക്കാഴ്ചകളും ഇത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചതും ഭയപ്പെടുത്തിയതും ചില്ലറയൊന്നുമല്ല. പാകിസ്ഥാനിൽ വ്യാപകമായി നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ അവരെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. തെഹ്രിക്ക താലിബാൻ ഇപ്പോൾ കൂടുതൽ ആക്രമണകാരികളായി മാറിയത് പാകിസ്ഥാൻ ഭയത്തോടെ കാണുന്നു. തെഹ്രിക്ക താലിബാന് വേണ്ട പരിശീലനങ്ങൾ നൽകിയ അഫ്ഗാൻ മണ്ണിലെ കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തിയപ്പോൾ അതേ നാണയത്തിൽ താലിബാൻ തിരിച്ചടിച്ചു. വ്യാപകമായി പാക് ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ തിരിച്ചടിച്ചുകൊണ്ടാണ് താലിബാൻ പ്രതികരിച്ചത്. ബലൂച്ച് ലിബറേഷൻ ആർമിയും ശക്തമായ ആക്രമണങ്ങൾക്ക് മുതിർന്നു. പാകിസ്ഥാൻ സേനയിലെ ഒട്ടനവധി ആളുകൾക്കാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ജീവഹാനി സംഭവിച്ചത്. തങ്ങളുടെ സൈന്യവും ജനതയും ഒന്നും സുരക്ഷിതരല്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു. പാക് മണ്ണിൽ തെഹ്രിക്ക താലിബാൻ ഒന്നിനൊന്ന് പിടിമുറുക്കുന്നു. ന്യൂഡൽഹി ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല എന്നത് മാത്രമായിരുന്നു പാകിസ്ഥാൻ ഒരു ആശ്വാസം.
എന്നാൽ അനൌദ്യോഗിക തലങ്ങളിൽ നിരവധി ചർച്ചകൾ ഇന്ത്യ നടത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനിടയിൽ പാകിസ്ഥാന്റെ എതിരാളികളായ അഫ്ഗാൻ ഭരണകൂടത്തിൽപ്പെട്ട ചില ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ചുമതലയുള്ള അമീർ ഖാൻ മുത്താഖിയെ ദുബായിൽ വെച്ച് കണ്ടതും കൂടിക്കാഴ്ച നടത്തിയതും പാകിസ്ഥാനെ ഭയപ്പെടുത്തി. ചുരുക്കത്തിൽ താലിബാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ പാകിസ്ഥാനെ പൂർണ്ണമായി പ്രകോപിപ്പിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി സായുധ സംഘങ്ങളെ പരിശീലിപ്പിക്കുകയും താലിബാന് വേണ്ട ആയുധങ്ങളും പണവുമൊക്കെ നൽകി അവരെ സഹായിക്കുകയും ചെയ്ത പാകിസ്ഥാനാണ് ഇപ്പോൾ താലിബാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയേറ്റിരിക്കുന്നത്. അഫ്ഗാൻ മണ്ണിൽ TDP പോരാളികൾക്ക് അഭയവും പരിശീലനവും നൽകുന്നുവെന്നതാണ് പാകിസ്ഥാനെ ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിരവധി വ്യോമാക്രമണങ്ങൾ. ഒരു പരിധി വിട്ട് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്ന് ഏഷ്യ സംശയിച്ചിരുന്നു. ഒരു വശത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സൈനിക പിന്തുണയും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തേടുന്നു. ജനകീയ പ്രക്ഷോഭം മൂലം സമീപകാലത്ത് ഒട്ടനവധി വീഴ്ചകൾ സംഭവിച്ചുവെങ്കിലും ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ ക്രമാനുഗതമായി വളരുകയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ സമ്പദ് വ്യവസ്ഥ തന്നെയാണ് പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. പാകിസ്ഥാന് പിന്തുണ ലഭിക്കുന്ന ചില സാമ്പത്തിക പങ്കാളികളെ അവർക്ക് ആവശ്യമുണ്ട്. എന്നാൽ പാക് സേനയുടെ ശക്തിയും അവരുടെ ദൗർബല്യവുമൊക്കെ തിരിച്ചറിയുന്ന ലോകം ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ആത്മഹത്യാപരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ എന്ന പൊതുശത്രുവിനെ ഭയപ്പെട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിക്കുന്ന കാഴ്ച. ഇതിന്റെ ആത്യന്തിക നഷ്ടം കാത്തിരിക്കുന്നത് ബംഗ്ലാദേശിനെ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.